സഹൃദയരെ, ഈ നീണ്ടു നിവർന്ന് നിൽക്കണ കണ്ടോ? ഇതാണ് നമ്മുടെ ക്രാഷ് കോളേജിലെ ഈ പ്രാവശ്യം യാത്ര ചെയ്ത ചങ്ക് കൂട്ടുകാർ. ഞാനും ജോമറ്റും കൂടെ ഒരു 11-11:30 കൂടിയാണ് അവിടെ എത്തിയത്. ഞാൻ ചെല്ലുമ്പോൾ മമ്മി അത് അവിടെ അടുക്കളയിൽ നിന്ന് നല്ല പണിയാണ്. ഞാൻ വേഗം തന്നെ ജോജീനെയും മമ്മീനെയും പിടിച്ച് നിർത്തി ഒരു ഫോട്ടോ എടുത്തു. പിന്നെ അമ്മയും മോനും തമ്മിലുള്ള ഫോട്ടോ എടുത്തു കൊടുത്തു. പിന്നെ നോക്കുമ്പോൾ നല്ല മധുരക്കള്ളിരിക്കുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോഴേക്കും എന്താ കപ്പ വെന്ത് വരുന്നു, എല്ല് വേവായി വരുന്നു. മമ്മി ജസ്റ്റ് അത് മിക്സിങ് സ്റ്റാർട്ട് ചെയ്തു. മിക്സിങ് അത്ര എളുപ്പമല്ല, കാരണം അടുപ്പിൻ്റെ പൊക്കത്തിലാണ് ഇരിക്കുന്നത്. അവിടുന്ന് കൈ ഇങ്ങനെ പൊക്കി വെച്ച് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ജസ്റ്റ് ഒന്ന് ആദ്യം ഫസ്റ്റ് മിക്സ് ചെയ്യുക, പിന്നെ വിശാലമായ മിക്സിങ്ങിന് നമുക്ക് വേറെ ആളെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മി പറഞ്ഞു ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കി ഉപ്പൊക്കെ പാകമാണെങ്കിൽ പിന്നെ ഒന്ന് റെഡിയാക്കി നല്ലോണം മിക്സാക്കി കുഴച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയുടെ വിധം മിക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധമൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് മമ്മി. ഇനി മമ്മി ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് നോക്കുമ്പോൾ ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ആ ഉപ്പും കൂടെ ഇട്ട് ഇളക്കി, ഉപ്പും കൂടെ ഒന്ന് വിതറിയതിന് ശേഷം നമ്മൾ അടുത്തയാളെ ഏൽപ്പിച്ചു. ഇതാണ് നമ്മുടെ ആസ്ഥാന ഇളക്കുകാരൻ ബിനോയ്. ഇവനാണ് പിന്നെ ഈ കപ്പ ഇളക്കി മറിച്ച് കുഴച്ചൊരു പരുവമാക്കി അടിപൊളി സെറ്റാക്കി കപ്പ ബിരിയാണി സ്റ്റൈലിൽ എല്ലും കപ്പയും ഈ രൂപത്തിലാക്കി എടുത്തത്. നല്ല സെറ്റപ്പാക്കി എടുത്തു. ഒന്നൊന്നര ഇളക്കായിരുന്നു കേട്ടോ. അവൻ എന്തായാലും മമ്മി പറഞ്ഞു കൊടുത്തു, അടിയിൽ നിന്ന് ഇളക്ക്, അങ്ങനെ ഇളക്ക്, ഇങ്ങനെ ഇളക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെ ചെയ്തു. പിന്നെ നോക്കുമ്പോൾ ഒരു ലേശം കുരുമുളക് പൊടിയുടെ കുറവ്. ഞാനാണെങ്കിൽ ഒരു പണിയെടുത്തില്ലെന്ന് ഇവന്മാർ വെറുതെ തള്ളിക്കൊണ്ടിരിക്കുക. ഞാൻ വേഗം പോയി കുരുമുളക് പൊടി പൊടിച്ചു. പൊടി റെഡിയാക്കി കൊണ്ടുവന്ന് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്യാനുള്ള പുറപ്പാടിലായിരുന്നു. ഞാനത് മിക്സ് ചെയ്യുന്നതിൻ്റെ രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിക്സ് ചെയ്യുന്നതല്ല, പൊടിക്കുന്നുണ്ട്. പൊടിച്ച് കൊണ്ടുവന്ന് മമ്മി അത് ആവശ്യത്തിന് നോക്കി എല്ലാം കപ്പയും മിക്സ് ചെയ്ത് വെച്ചിരുന്നതിലേക്ക് വിതറിയൊക്കെ കൊടുത്തു. ഇനി വീണ്ടും ഒരു ഇളക്കാണ്, മമ്മിയുടെ വകയാണത്. മമ്മി അത് വീണ്ടും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മിക്സ്. അപ്പോഴേക്കും ഞാൻ സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് എല്ലും കപ്പയും തിന്നാഞ്ഞിട്ട് ഇങ്ങനെ ആർത്തി പിടിച്ച് നിൽക്കുവാണേ. അപ്പോഴതാ മമ്മി അത് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കുന്നു. ഇനി നമുക്കതിൻ്റെ ഫൈനൽ ടച്ചപ്പ് എന്ന് പറയുന്ന സാധനം എന്താ? മല്ലിച്ചപ്പ്. അപ്പോഴേക്കും ബിനോയ് സെൽഫി എടുക്കാൻ വന്നു. മമ്മീനെയും മോനെയും കൂടി ഇരുത്തി സെൽഫിയൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഫൈനൽ ടച്ചപ്പിന് നമ്മൾ ജിഷേനെ വിളിക്കുന്നത്. ജിഷയുടെ കൈ കൊണ്ട് ഇട്ടാലേ ശരിയാവുള്ളൂ എന്ന് പറയുന്നു. അപ്പം അതവിടെ റോമാ സാമ്രാജ്യം കത്തിയിരുമ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് പറയുന്ന പോലെ അക്ബർ സാറും JP സാറും കൂടെ ഏതാണ്ട് സാധനം ഉരുട്ടി കളിക്കുന്നു, ചീട്ട് കളിക്കുന്നു, കുറേ പേര് കാർഡ്സ് കളിക്കുന്നു. സാജു അത് അവിടെ നിന്ന് പഞ്ചാര അടിക്കുന്നു, പ്ലെയിൻ കപ്പ ഉണ്ടാക്കുന്നു. അങ്ങനെ ചില അല്ലറ ചില്ല കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ സാജു, ആൻസിൽ, ജോജി ടീമൊക്കെ രാവിലെ തന്നെ അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ അങ്ങോട്ട് ട്രിപ്പ് അടിക്കുന്നു, ഷട്ടിലടിക്കുന്നു, കപ്പ പൊളിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ആ ചിരി കണ്ടോ? അത് കപ്പ പൊളിക്കുന്നതിൻ്റെ സന്തോഷമൊന്നുമല്ല, ഫോട്ടോ എടുക്കുന്നതിൻ്റെ സന്തോഷമാണ്. നമ്മുടെ ബിനോയ് ആണെങ്കിൽ നാരങ്ങ അച്ചാർ, ഗരം മസാല എല്ലാം അവൻ്റെ സ്വന്തം കടയിൽ നിന്ന് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലും കപ്പയും ബിരിയാണി അതാ റെഡി ആയിരിക്കണം. അവിധ കൊണ്ടുവന്ന സ്വീറ്റ്സാണ് കാണുന്നത്. JP സാർ അപ്പോഴേക്കും ഒരു കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഏതോ ബംഗാളിനെ കൊണ്ട് ഉണ്ടാക്കി, എഴുതാനും അറിയത്തില്ല വായിക്കാനും അറിയത്തില്ല, അത് ബംഗാളിയായിരുന്നു. കേക്ക് കട്ടിങ്ങിൻ്റെ കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേക്ക് കട്ട് ചെയ്യുന്നത് നമ്മുടെ മുഖ്യാതിഥി JP സാറാണ്. JP സാറിനെ മുഖ്യ അതിഥിയാക്കാൻ കാരണം നമ്മൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ സകല പരിപാടികൾക്കും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സാറാണ് കേട്ടോ. വേറെ ബാക്കിയുള്ള ടീച്ചേഴ്സിനൊക്കെ അഥവാ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മിസ്സായാലും JP സാറ് കട്ടയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ അക്ബർ സാറ്, ഹരിദാസ് സാറ്. മോൾ ടീച്ചർ ആദ്യമായിട്ടാണ് വരുന്നത്. മോൾ ടീച്ചറിന് ഭയങ്കര സന്തോഷമായി എന്നാണ് ടീച്ചർ പറയുന്നത്. നമ്മുടെ ഈ ഒരു സെറ്റപ്പും ഗെറ്റ് ടുഗദറും ഫുഡും കളിയും ചിരികളും തമാശകളും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നാണ് ടീച്ചർ പറഞ്ഞത്. കേക്ക് കട്ട് ചെയ്ത് ഓരോരുത്തരുടെ വായിൽ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചടങ്ങുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോമോനാണ് എല്ലാ ടീച്ചേഴ്സിൻ്റെയും അണ്ണാക്കിലോട്ട് കേക്ക് കുത്തിത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ജോജി കേക്ക് പീസ് വായിൽ വെച്ച് കൊടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഇനി എല്ലാവർക്കും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കട്ടിങ്ങാണ്. കണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചു കൊണ്ടിരിക്കുകയാണ് ജോജി. ഇത് മുറിച്ച് എല്ലാവർക്കും ഓരോ പീസ് ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. ഈ കേക്ക് വിതരണം എല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഫുഡ് എന്ന കലാപരിപാടിയിലേക്ക് കടക്കാൻ. അതിനുവേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടൈമാണ് കേട്ടോ. ഞാനാണെങ്കിൽ കേക്ക് കിട്ടുന്നതിന് മുമ്പേ ഫുഡ് കിട്ടിയാൽ കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. കാരണം ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് മലമറിക്കുന്ന പണിയും കഴിഞ്ഞ് ഇറങ്ങിയതാണ്. പാവ സാജു
കേക്ക് മുറിക്കാനും തിന്നാനും കട്ട് ചെയ്യാനും ഒന്നിലും പെടാതെ എല്ലാവരുടെയും ഫോട്ടോയും വീഡിയോയും എടുത്തുകൊണ്ട് ഒരിടത്ത് മാറി സന്തോഷമായിട്ട് ക്യാമറയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതാ കേക്ക് കട്ടി കഴിഞ്ഞ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡ് സെർവിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ പാവമായതുകൊണ്ട് ആർക്കും സെർവ് ചെയ്യാനും കൊടുക്കാനും ആരും വെയിറ്റ് ചെയ്യാനും ഒന്നും നിന്നില്ല. ഏറ്റവും ഫസ്റ്റ് ഒരു ഇലയിൽ കുറച്ച് എല്ലും കപ്പയും എടുത്ത് ഞാനൊരു മൂലയ്ക്കതാ പാപം പോയിരുന്ന് സെറ്റായിരുന്ന് കഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ബാക്കിയുള്ളവരൊക്കെ എടുക്കുന്നു, കൊടുക്കുന്നു, വിളമ്പുന്നു, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ടേബിളിലും ബാക്കി കുറേ പേര് സ്റ്റെപ്പിലും കുറേ പേര് നിന്നും കുറേ പേര് നടന്നും ഒക്കെ ആയിട്ട് സാജുവൊക്കെ അതാ സാജുവിൻ്റെ അമ്മായിയമ്മയ്ക്ക് വരെ പണി കൊടുത്ത് ബീഫൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ എല്ലാം വിളമ്പലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് എല്ലാവരും. ബിനോയൊക്കെ എടുക്കാനേ തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പകുതി തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമേ തുടങ്ങിയിട്ടുണ്ട്. കാരണം എല്ലും കപ്പയും എന്ന ഐറ്റം തന്നെ സജസ്റ്റ് ചെയ്തത് ഞാനാണ്. പിന്നെ ഞാൻ തിന്നില്ലെങ്കിൽ അത് എല്ലും കപ്പയ്ക്ക് ഒരു വിഷമമാവും, അത് ഉണ്ടാക്കിയവർക്കൊരു വിഷമമാവും, അതിന് വേണ്ടി പ്രവർത്തിച്ചവർക്കൊരു വിഷമമാവും. അപ്പോൾ അങ്ങനെ എല്ലും കപ്പയും തിന്നുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ജോജിക്കൊന്നും ഇതുവരെ കിട്ടിയിട്ട് പോലുമില്ല. ഒരു ഫോട്ടോയിലും പെടാത്ത ജോമറ്റാണ് കുറച്ച് മുമ്പ് ആ ഫോട്ടോയിൽ കൂടെ മിന്നു പറഞ്ഞത്. അവനങ്ങനെ ഫോട്ടോയ്ക്കൊന്നും നിൽക്കുന്ന ടൈപ്പേ അല്ല. അവൻ്റെ ഫോട്ടോസൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ഒരു ഫോട്ടോഷൂട്ട് വരുന്നുണ്ട്, അത് വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതിൽ നമ്മൾ ജോമറ്റിനെ കാണും. ഇതാ നിൽക്കുന്ന ജോമറ്റ്. അവനെയൊക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാ നമ്മുടെ കുഞ്ഞു വാവയ്ക്ക് പ്ലെയിൻ കപ്പ കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.